ആദാബ്. കേട്ടറ്റ് പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോയാണിത്. മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മേഖലകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അതിൽ കാണാൻ കഴിയും. നമുക്ക് തുടങ്ങാം. നോക്കൂ, താരീഖ് ജബാൻ ഉറുദു അഥവാ ഉറുദു ഭാഷയുടെ ചരിത്രം. ഇതിൽ പ്രധാനമായും പറയുന്നത് ഭാഷകളെ ആകെ 8 കുടുംബങ്ങളായിട്ട്, ഭാഷാ കുടുംബങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. മാഹരീൻ ലിസാനിയത്ത് ജബാനോं को 8 ഖാൻദാനോं में തക്സീം കിയാ ഹെ. 8 ഖാൻദാനുകളിലായിട്ടാണ് തക്സീം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ 8 ഖാൻദാനുകൾ ഏതൊക്കെയാണെന്ന്, 8 ഭാഷാ കുടുംബങ്ങൾ ഏതാണ്? അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയായിരിക്കും ചോദ്യം വരിക? മാഹരീൻ ലിസാനിയത്തിനെ ജബാനോं को കിത്തനെ ഖാൻദാനോं में തക്സീം കിയാ ഹെ. അപ്പോൾ ഇത് പഠിച്ചു വെക്കേണ്ടതാണ്. 8 ഖാൻദാനോं में എന്നാണ്. അതിൽ ആദ്യത്തെ ഖാൻദാനാണ് സാമി ഖാൻദാൻ അഥവാ സെമിറ്റിക് ഖാൻദാൻ. അതിലാണ് അറബി, ഇബ്രാനി തുടങ്ങിയ ഭാഷകളൊക്കെ സാമി ഖാൻദാനിലാണ് ഉള്ളത്. രണ്ടാമത്തേതാണ് ഹിന്ദ് ചീനി. മൂന്നാമത്തേത് ദ്രാവിഡി. ഈ ദ്രാവിഡിയിലാണ് നമ്മുടെ തമിഴ്, തെലുങ്കു, കന്നഡ, മലയാളം തുടങ്ങിയിട്ടുള്ള ജനൂബി ഹിന്ദുസ്ഥാനിലുള്ള ഈ ഭാഷകളൊക്കെ ഉൾപ്പെടുത്തുന്നത് ദ്രാവിഡിയിലാണ്. അടുത്തത് മുണ്ട ആണ്. അടുത്തത് അഫ്രിക്കയ്ക്ക് ബാന്തു ആണ്. ആറാമത്തേത് അമേരിക്കയാണ്. 7 മലായായി. എട്ടാമത്തേതാണ് ഹിന്ദ് യൂറോപ്പി എന്നുള്ള ഭാഷാ കുടുംബമാണ് ഏറ്റവും വലിയ ഖാൻദാന്. ഈ ഹിന്ദ് യൂറോപ്പി ഇന്ത്യയിലെത്തുമ്പോൾ ഹിന്ദ് ആര്യായി എന്നുള്ള പേരിലേക്ക് മാറുകയാണ്. അതിൽ നിന്നാണ് നമ്മുടെ ഉറുദു, ഹിന്ദി എന്നുള്ളതെല്ലാം ഈ ഹിന്ദ് യൂറോപ്പി കുടുംബത്തിലുള്ളതാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഉറുദുവും ഹിന്ദിയൊക്കെ ഹിന്ദ് യൂറോപ്പി എന്നുള്ള ഭാഷാ കുടുംബത്തിൽ നിന്നുള്ളതാണ്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഇതൊക്കെ ദ്രാവിഡിയാണ്. അതുപോലെ തന്നെ അറബി, ഇബ്രാനി തുടങ്ങിയതെല്ലാം സാമി ഖാൻദാനിലാണ്. ഏറ്റവും വലിയ കുടുംബം ഹിന്ദ് യൂറോപ്പി. അപ്പോൾ ഹിന്ദ് യൂറോപ്പി ഇന്ത്യയിൽ വന്നിട്ടാണ് ഹിന്ദ് ആര്യായി എന്നുള്ള രീതിയിലേക്ക് മാറുന്നത്. അപ്പോൾ ഉറുദു ജബാന് ഏത് ഖാൻദാനുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കാം. അപ്പോൾ ഹിന്ദ് ആര്യായി ആണെന്നുണ്ടെങ്കിൽ അത് എഴുതുക. അതല്ല എന്നുണ്ടെങ്കിൽ ഹിന്ദ് യൂറോപ്പി ആയിരിക്കും വരിക. ഇനിയിപ്പോൾ ഹിന്ദ് ആര്യായി തന്നെ 3 അദ്വാറുകളിലായിട്ട് തക്സീം ചെയ്തിട്ടുണ്ട്, വിഭജിച്ചിട്ടുണ്ട്. അഥവാ കദീം ഹിന്ദ് ആര്യായി, വസ്തി ഹിന്ദ് ആര്യായി, ജദീദ് ഹിന്ദ് ആര്യായി. ഈ കദീം ഹിന്ദ് ആര്യായിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് BC 1500 മുതൽ നമ്മുടെ 500, സാധാരണയുള്ള 500 വർഷം അതുവരെയാണ്. ഇനി വസ്തി ഹിന്ദ് ആര്യായി ആണെന്നുണ്ടെങ്കിൽ 500 മുതൽ 1000 വർഷം വരെയുള്ള കാലഘട്ടമാണ്. ഇനി ജദീദ് ഹിന്ദ് ആര്യായിയുടെ കാലഘട്ടം 1000 വർഷം മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടമാണ്. അപ്പോൾ ഇതും ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി ഉറുദു അതുപോലെ തന്നെ ഹിന്ദി ഭാഷകൾ, ഈ ഭാഷകൾ കടിബോലി എന്നുള്ള ഉപഭാഷ, അതല്ലാന്നുണ്ടെങ്കിൽ ഡയലക്റ്റിൽ നിന്നാണ് രൂപം കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഗഡീബോലി മഗ്രിബി ഹിന്ദിയിലെ 5 ബോലികളിൽ ഒരെണ്ണമാണ്. അപ്പോൾ ആ മഗ്രിബി ഹിന്ദിയുടെ 5 പ്രധാനപ്പെട്ട ബോലികൾ ഏതൊക്കെയാണെന്നാണ് കടിബോലി, ഹരിയാനവി, ബ്രിജ് ഭാഷ, കനൂജി, ബുന്ദേലി, ഇത്രയുമാണ് അത്. അതിലെ കടിബോലി എന്നുള്ളതിൽ നിന്നാണ് ഉറുദുവും ഹിന്ദിയും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഇനി കുറച്ച് ഉറുദുവുമായി ബന്ധപ്പെട്ട കുറച്ച് GK ക്വസ്റ്റ്യൻസ് പോലെയുള്ളതാണ്. അഥവാ ഉറുദുവിൽ 28 അറബി അക്ഷരങ്ങളും 4 ഫാർസി അക്ഷരങ്ങളും 3 ഉറുദു അക്ഷരങ്ങളുമാണുള്ളത്. ഉറുദുവിനായിട്ടുള്ള 3 എണ്ണവും അങ്ങനെ ചേർന്നിട്ടുള്ളതാണ് ഉറുദുവിൻ്റെ ഹുറൂഫ് തഹജി. ഇനി അതുപോലെ തന്നെ ഉറുദുവിൻ്റെ പേരുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുജ്രി, ദക്നി, ഹിന്ദുസ്ഥാനി, ഉറുദുയെ മുഅല്ല, രേഖ്ത, ജബാനി ദില്ലി ഇതൊക്കെ ഉറുദുവിൻ്റെ പേരുകളാണ്. ഇനി റിസ്മുൽ ഹത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറുദു നസ്താലിക് റസ്മുൽ ഹത്തിലാണ് എഴുതുന്നത്. നസ്താലിക് റസ്മുൽ ഹത്തിലാണ് ഉറുദു എഴുതുന്നത്. ഇനി ഉറുദുവിലെ ജ്ഞാനപീഠ നേതാക്കൾ, ഉറുദു ഭാഷയിലെ ജ്ഞാനപീഠ നേതാക്കൾ ഇതുവരെ 5 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഒന്ന് ഫിറാഖ് ഗോറഖ്പൂരിക്കാണ്. ഗുലേ നഅ്മ എന്നുള്ള രചനയ്ക്കാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്നത് 1969. പിന്നെ ഖുറത്തുല്ലൈൻ ഹൈദർ 1989. അലി സർദാർ ജൗഫരിക്ക് 1997. അടുത്തത് അഖ്ലാഖ് മുഹമ്മദ് ഖാൻ ഷഹരിയാർ, ഇദ്ദേഹത്തിന് 2008 കിട്ടുന്നത്. നമ്മൾ മലയാളത്തിലെ ONV കുറുപ്പിനൊപ്പം തന്നെ പങ്കിട്ട ആളാണ് നമ്മുടെ അഖ്ലാഖ് മുഹമ്മദ് ഖാൻ ഷഹരിയാർ. പിന്നെ അടുത്തത് സമ്പൂർണർ സിംഗ് ഗുൽസാർ, അവരാണ് 2023 ജ്ഞാനപീഠ അവാർഡിന് അർഹനാവുന്നത്.
ഇനി അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ NCPUL എന്ന് പറയുന്നത് ഉറുദു ഭാഷയുടെ പുരോഗതിക്കായിട്ട്, അതിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കുമായിട്ടൊക്കെയുള്ള കേന്ദ്രത്തിൻ്റെ ഒരു എന്താ പറയുക, അതിന് വേണ്ടിയിട്ടുള്ള ഈ KUTA അതുപോലെയൊക്കെയുള്ള ഒരു ഇതാണ്. ആ NCPULൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് നാഷണൽ കൗൺസിൽ ഫോർ പ്രൊമോഷൻ ഓഫ് ഉറുദു ലാംഗ്വേജ് എന്നാണ്. ഇനി ഉറുദു ഇന്ത്യയിലാണ് ജനിച്ചത്, ഹിന്ദുസ്ഥാൻ മേ പൈദാ ഹുയി. അതിൻ്റെ അർത്ഥം, ഉറുദു എന്നുള്ളതിൻ്റെ അർത്ഥം ഫൗജ് അല്ലെങ്കിൽ ലഷ്കർ എന്നൊക്കെയാണ്, സൈന്യം എന്നുള്ള ആ ഒരു പട്ടാള ക്യാമ്പ് എന്നുള്ള അർത്ഥം വരുന്നതാണ്. ഇനി ഉറുദു എന്നുള്ളത് തുർക്കി ജബാനിലെ ഭാഷയാണ്. ഇനി അടുത്തത്, ഇത് എഴുതുന്നത് ദായേ സേ ബായേ തറഫാണ്, വലത്ത് നിന്ന് ഇടത് ഭാഗത്തേക്ക്. ഇനി കേരള കെ മഷ്ഹൂർ ഉറുദു നോവൽ നിഗാറാണ് സുലേഹ ഹുസൈൻ. ഇതൊക്കെ ഉറുദുവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് അടിസ്ഥാന വിവരങ്ങളാണ്. ഇനി അടുത്തത്, കേരള ഇക്ബാൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് സയ്യിദ് മുഹമ്മദ് സർവറാണ്, അഥവാ SM സർവർ. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഉറുദു കെ അനാസിർ ഹംസെ, ഉറുദുവിലെ പഞ്ചരത്നങ്ങൾ അല്ലെങ്കിൽ പഞ്ചമൂലകങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇവർ 5 പേരാണ്. സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. അവർ ജനിച്ചത് 1817 ഡൽഹിയിൽ, 1898 അലിഗഡിലാണ് വഫാത്ത്. അടുത്തത് മുഹമ്മദ് ഹുസൈൻ ആസാദാണ്. ദില്ലിയിലാണ് ജനിക്കുന്നത്, 1830. 1910 ലാഹോറിൽ മരിക്കുന്നു. ഡെപ്യൂട്ടി നസീർ അഹമ്മദ്, ഇദ്ദേഹം 1836 ബിജ്നൂറിലാണ്, ബിജ്നൂർ UP യിലാണ്. അതുപോലെ തന്നെ 1912 ദില്ലിയിലാണ് മരിക്കുന്നത്. ഇനി അൽത്താഫ് ഹുസൈൻ ഹാലി 1837 പാനിപ്പറ്റിൽ, 1914 പാനിപ്പറ്റിൽ തന്നെ വഫാത്ത്. അല്ലാമ ഷിബിലി നുഅ്മാനി 1857 അസംഗഡിലാണ് ജനനം, 1914 അദ്ദേഹത്തിൻ്റെ വഫാത്ത്. അപ്പോൾ ഇതൊക്കെ ഉറുദുവുമായി ബന്ധപ്പെട്ട കുറച്ച് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് പഠിച്ചു വെക്കുക. ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇതായ ഒരു കണ്ടൻ്റായിട്ടിട്ടത്. അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. ഹുദാ ഹാഫിസ്.